ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ലൈറ്റ് ഓഡിയോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് കൽക്കി മൈ തോട്ട്സ്, കൽക്കി മൂവിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ, മൂവി റിവ്യൂ, അതാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. കൽക്കി 2898 AD. അപ്പോൾ വളരെ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി, അല്ലെങ്കിൽ വളരെ ഒരു ഹൈപ്പ് നിറഞ്ഞൊരു ചിത്രമായിരുന്നു കൽക്കി എന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് തന്നെ ഇതൊരു വളരെ ഹൈപ്പ് നിറഞ്ഞൊരു ചിത്രമായിരുന്നു. അതിന് കാരണം ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ ചിത്രം അങ്ങനെ കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ ആ ചിത്രത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. കൽക്കി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയറക്ടർ നാഗ് അശ്വിന്. അപ്പോൾ വളരെ മികവുറ്റ ഒരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മഹാഭാരതത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇത്തരത്തിലൊരു ഇതാരും ചിന്തിച്ച് കാണത്തില്ല. ആ ഒരു മഹാഭാരതത്തിൻ്റെ വേറൊരു വേർഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആരും ചിന്തിച്ച് കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് എടുക്കുവാൻ കാണിച്ചൊരു ധൈര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് നാഗശ്വിന്. അപ്പം നല്ലൊരു ഡയറക്റ്റിംഗ് ആയിരുന്നു, നല്ലൊരു മേക്കിംഗ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ 2015 അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. എവിടെ സുബ്രഹ്മണ്യം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ആ ചിത്രം തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. അതോടൊപ്പം മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡൊക്കെ ലഭിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം 2018 മഹാനടി, അതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് കൽക്കി. അതും വേറൊരു ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കൽക്കിയിലൂടെ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ ഒന്നും പറയാനില്ല, മാരകം തന്നെ, മാരകം അത്രേ പറയാനുള്ളൂ. സെക്കൻഡ് ഹാഫൊക്കെ വേറെ ലെവലായിരുന്നു കൽക്കി. പക്ഷേ അപ്പോൾ ഇതിൻ്റെ അഭിനേതാക്കൾ പ്രഭാസിനെ കുറിച്ച് പറയുമ്പോൾ തുടരെ ബിഗ് ചിത്രങ്ങൾ വരുന്നു, പക്ഷേ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു ക്ലച്ച് പിടിക്കാതെ പോകുന്ന അവസ്ഥ. പക്ഷേ ഈ സിനിമയിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ടെന്ന് പറയാം. വളരെ അദ്ദേഹം പതിവ് ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റോള് മികച്ചതായി ചെയ്തു. പിന്നെ അമിതാഭ് ബച്ചൻ്റെ കാര്യം പറയുമ്പോൾ പലയിടത്തും അദ്ദേഹമാണ് സ്കോർ ചെയ്തത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ പ്രവാസിനെ പോലും നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ഇന്ത്യൻ സിനിമയുടെ ലെജൻഡ് സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ. അദ്ദേഹം സിനിമയിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ റോള് മറ്റുള്ളവരെ നിഷ്പ്രഭമാക്കി ചെയ്യുമെന്ന്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു അമിതാഭ് ബച്ചന്. പിന്നെ ശോഭന, ദിശ പടാനി, ദീപിക പദുക്കോൺ, എല്ലാവരും അവരവരുടേതായ റോളുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. ബ്രഹ്മാനന്ദമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോളും അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തു. ബ്രഹ്മാനന്ദം കുറച്ച് സീനുകളെ ഉള്ളെങ്കിലും അത്യാവശ്യം ചിരി പടർത്തുന്ന രീതിയിലുള്ള ചെറിയ തമാശകളും കാര്യങ്ങളുമൊക്കെ ബ്രഹ്മാനന്ദം. പിന്നെ സസ്പെൻസ് എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ്റെ എൻട്രിയൊക്കെ സാധാരണ ഒരു നോർമൽ എൻട്രി ആയിട്ട് നമുക്ക് വലിയ ഫീലൊന്നും തോന്നിയില്ലെങ്കിലും വിജയ് ദേവരകൊണ്ടയുടെ എൻട്രി അത് വേറെ ലെവലായിരുന്നു, അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിലെ അദ്ദേഹത്തിൻ്റെ എൻട്രി എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു. വിജയ് ദേവരകൊണ്ട. ദുൽഖറിനെ നമുക്കത്ര ഇതായിട്ട് തോന്നിയില്ല. അതോടൊപ്പം പിന്നെ സംവിധായകന്മാരായ രാം ഗോപാൽ വർമ്മ, അദ്ദേഹത്തിൻ്റെ എൻട്രി. അതോടൊപ്പം പിന്നെ മറ്റൊരു സസ്പെൻസ് ഉണ്ട്, അതായത് രാജമൗലിയുടെ എൻട്രി. അത് വളരെ മനോഹരമായിരുന്നു. രാജമൗലിയും പ്രഭാസും തമ്മിലുള്ളൊരു ആ ഒരു കോൺവെർസേഷനൊക്കെ ചിരി പടർത്തുകയും ബാഹുബലി റെഫറൻസൊക്കെ അവിടെ വരികയും അതൊക്കെ വളരെ മനോഹരമായിരുന്നു. ആകെ മൊത്തത്തിൽ പ്രേക്ഷകനൊരു ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ സമ്മാനിക്കുക. ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ കുറച്ച് ലാഗായിട്ട്, അല്ലെങ്കിൽ വളരെ ലാഗായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഒരു വീഡിയോ ഗെയിം ഫോർമാറ്റിലാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തതെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ പടം വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫിലാണ് സംഭവങ്ങളൊക്കെ സംവിധായകൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നെഗറ്റീവ് റോൾ ചെയ്യുന്ന കമലഹാസൻ, അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്തു പറയുന്നതാണ്. അദ്ദേഹം കുറച്ച് സീനുകളേ ഉള്ളൂ, പക്ഷേ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നു കൂടുതൽ സംഭവങ്ങളൊന്നും വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ മനോഹരമായിട്ടായിരുന്നു. മൊത്തത്തിൽ ലെജൻഡറി സൂപ്പർ സ്റ്റാറുകളുടെ എല്ലാം വിളയാട്ടമായിരുന്നു നമ്മൾ കണ്ടത്. പിന്നെ അമിതാഭ് ബച്ചനും പ്രഭാസും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഫൈറ്റ് സീക്വൻസൊക്കെ അതൊക്കെ വേറെ ലെവലാണ്. സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ അമ്പരന്നിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആകെ ഡിസപ്പോയിൻ്റ് ആയിട്ടിരുന്നപ്പോൾ അതെല്ലാം കൂടെ സെക്കൻഡ് ഹാഫിൽ സംവിധായകൻ കംപ്ലീറ്റ് തീർത്തു. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു പടം. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സന്തോഷ് നാരായണൻ. പാട്ടുകളൊന്നും അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും BGM കൊള്ളാം. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫിയാണ് എടുത്തു പറയേണ്ടത്. ടോർജ് സ്റ്റോറിൽകോവിച്ച് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പാടുപിടിച്ച് പേരാണല്ലോ ലെസ്റ്റ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ആ ഒരു ഇതിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വളരെ മനോഹരമായ വിഷ്വലുകളായിരുന്നു.
പിന്നെ ഇതിൻ്റെ ഫൈറ്റ് അൻപുമണി അറിവുമണി പീറ്റർ കെയ്ൻ എന്നിവർ ചേർന്നാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. ഫൈറ്റാണ് സിനിമ ഫുൾ അത് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ പ്രേക്ഷകന് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് കൽക്കി എന്ന് പറയുന്നത്. ഈ 2898 AD ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ലോകം ഇങ്ങനെയൊക്കെ ആകുമെന്ന് നമ്മളതിനെ ചിന്തിച്ചു പോകുന്നൊരു ടെക്നോളജിയുടെയൊക്കെ ഒരു വേറെ ലെവൽ ഗ്രോത്ത് കാര്യങ്ങളുമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സംവിധായകൻ വളരെ കടന്ന് ചിന്തിച്ചെന്ന് തോന്നുന്നു. ഈ മഹാഭാരതത്തിന് ഇങ്ങനൊരു വേർഷൻ അത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരിത് വേറൊരാളും ചെയ്ത് കാണത്തില്ല. അപ്പം തെലുങ്ക് സിനിമ നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജമൗലി എന്നൊരു പേര് മാത്രമേ ബ്രഹ്മാണ്ടത്തിനുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ഡയറക്ടർമാരൊക്കെ അതിന് വന്നിരിക്കുകയാണ്, നാഗശ്വിന്. അപ്പോൾ മൊത്തം തെലുങ്ക് സിനിമ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ വളരെ കൂടുതലാണ്, കാശ് വാരിക്കോരി ഇറക്കിയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇത് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. വളരെ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് ആ സിനിമയ്ക്ക് വേണം, എങ്കിലേ ആ കഥ എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആകെ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൽക്കി സമ്മാനിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.